എറണാകുളം മഹാരാജാസ് കോളേജ് അധ്യാപകനെ വിദ്യാർത്ഥി കയ്യേറ്റം ചെയ്തു. മഹാരാജാസിലെ അറബിക് വിഭാഗം അധ്യാപകൻ നിസാമുദ്ദീന് നേരെയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംഘടനയിലെ പ്രവർത്തകനായ വിദ്യാർത്ഥിയുടെ അക്രമമുണ്ടായത്. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് എറണാകുളം മഹാരാജാസ് കോളേജിലെ അറബിക് വിഭാഗം അധ്യാപകൻ നിസാമുദ്ദീനെ 3ാം വർഷ BA അറബിക് വിദ്യാർത്ഥി മുഹമ്മദ് റാഷിദ് ആക്രമിച്ചത്. സുഹൃത്തായ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്യാൻ കാരണം നിസാമുദ്ദീനാണെന്ന് ആരോപിച്ചാണ് ആക്രമണമുണ്ടായത്. പിറകിൽ നിന്ന് കയ്യേറ്റം ചെയ്ത ശേഷം മൂർച്ചയുള്ള വസ്തു കൊണ്ട് തലക്കു പിന്നിൽ കുത്തിയെന്നാണ് അതിക്രമത്തിനിരയായ അധ്യാപകൻ പറയുന്നത്. അതിൽ പറഞ്ഞു എന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ കുടലി നടക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്ന് കാണണം, ഞാൻ പ്രിൻസിപ്പാളോടൊന്ന് പറയാം, എനിക്കൊരു കുറച്ച് കുടല് തരാൻ വേണ്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുമ്പോൾ എൻ്റെ പിന്നാലെ അവൻ വന്നു. ഈ 2 അധ്യാപകരും അതിന് സാക്ഷികളാണ്. പിന്നാലെ വന്നപ്പോൾ ഞാൻ ഓടിക്കഴിഞ്ഞപ്പോൾ നേരെ ആ സ്റ്റെയർ കേസിനെടുത്തിയപ്പോൾ പെട്ടെന്ന് സ്റ്റെപ്പം എടുത്ത് അവൻ എൻ്റെ പിന്നാലെ വരിക എന്നുണ്ടപ്പോൾ അവൻ പാഞ്ഞ് കയറി എൻ്റെ പിന്നാലെ കയറി. ഞാൻ അവനെക്കാട് സ്പീഡിൽ കയറിയോണ്ട് എനിക്ക് അവൻ്റെ ഇവിടെ നിന്നൊരു സാധനം ഇങ്ങോട്ട് ഊരിയിട്ട് ഒരു ഉറയുള്ള സാധനമാണ്, അതിൻ്റെ നല്ല മൂർച്ചുള്ള ഒരു സ്റ്റീലിൻ്റെ സാധനം, അതിൻ്റെ പിറക് വെച്ചാണ് എന്നെ കുത്തിയത്. കയ്യേറ്റം ചെയ്ത വിദ്യാർത്ഥിയുടെ 2ാം വർഷ ക്ലാസ്സിലെ അധ്യാപകനായിരുന്നു നിസാമുദ്ദീൻ. ഇന്റേണൽ മാർക്കും അറ്റൻഡൻസുമായി ബന്ധപ്പെട്ടുള്ള വൈരാഗ്യവും അതിക്രമത്തിന് കാരണമായെന്ന് അധ്യാപകൻ നിസാമുദ്ദീൻ പറഞ്ഞു. ഹാജരായിട്ട് അവനെ സെക്കൻഡ് ഇയറിലാകുന്ന സമയത്ത് ഞാനായിരുന്നു അവൻ്റെ ട്യൂട്ടർ അഥവാ ക്ലാസ് ടീച്ചർ. ഈ ക്ലാസ് ടീച്ചർമാരാണ് അറ്റൻഡൻസൊക്കെ കൂട്ടുക. അവന് നോക്കിയപ്പോൾ ആകെ 75 ദിവസത്തിൽ അവന് 8 ദിവസം കണ്ട വന്ന് എന്ന് പറഞ്ഞാൽ 10% അറ്റൻഡൻസിന് താഴെയുള്ളൂ. അപ്പോൾ ഇന്നും അവൻ പറയുന്നത് എന്നെ ഡൊണേഷൻ അടച്ച് പരീക്ഷ എഴുതിപ്പിച്ച ആളാണ്, പുറത്താക്കാൻ നോക്കിയതാണ്, അതിന് ഞാൻ അന്ന് വെച്ചതാ, ഇതിപ്പോൾ ഒന്നിച്ചു തരാം. മർദ്ദനത്തിൽ പരിക്കേറ്റ നിസാമുദ്ദീൻ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.